വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ടാറ്റ ടിയാഗോ ഇ വിയുടെ 2026 ഏറ്റവും ലേറ്റസ്റ്റ് ഇലക്ട്രിക് വേർഷൻ അഥവാ നമ്മുടെ ഫേസ് ലിഫ്റ്റഡ് ടാറ്റ ടിയാഗോ ഇലക്ട്രിക് കാറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിറകിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള DRL ലൈറ്റിംഗ്, അതോടൊപ്പം തന്നെ നല്ല കോമ്പിനേഷൻ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. ടാറ്റ ടിയാഗോ EV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് താഴെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കളറുകളിൽ, നമ്മൾ എന്താ പറയുക, ജെംസ് മിഠായി പോലെ ഒരുപാട് കളറുകളിൽ നമുക്കിപ്പോൾ ടാറ്റയുടെ EV കാർ അവൈലബിൾ ആണ്. ഇത് ചാർജിങ്ങിൻ്റെ ഓപ്ഷനാണ്. പിന്നെ അതേപോലെ തന്നെ ഹാൻഡിലിൻ്റെ മുകളിൽ ചെറിയ സിൽവർ ക്രോമ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മാറ്റം നേരത്തെയിൽ നിന്ന്. അതേപോലെ തന്നെ 360 ക്യാമറ നമ്മളെ ഈ മിററിൻ്റെ ചുവട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡോറിൻ്റെ താഴെ ടാറ്റ EV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മഡ്ഗാർഡിൻ്റെ ഭാഗത്ത് ടയറിൻ്റെ മേലെയും ഒരു ചെറിയൊരു വീൽ ആർച്ചിൻ്റെ ഭാഗത്തും നല്ലൊരു ഫൈബറോട് കൂട്ടിയിട്ട് ഡിസൈനിങ് കൊടുത്തു. അതേപോലെ തന്നെ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഗ്രില്ലിൽ കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ടാറ്റയുടെ ബാഡ്ജിങ്ങിൻ്റെ താഴെ ഒരു 360 ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിക്കി നോക്കുകയാണെങ്കിൽ നേരത്തെ ഇവിടെ ചാവിയിട്ട് തുറക്കുന്നൊരു സിസ്റ്റം ആയിരുന്നു. 2025 വരെ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ 2026 ആകുമ്പോൾ ഈ ഇലക്ട്രിക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ടിയാഗോയുടെ ഏറ്റവും വലിയൊരു പോരായ്മ, പല വണ്ടികളും അപ്ഗ്രേഡ് ആയപ്പോൾ ആ ഒരു ഇലക്ട്രിക് ബട്ടൺ ഉണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ ഡിക്കി സ്പേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സെയിം ഡിക്കി സ്പേസ് ആണ് നേരത്തെ ഉണ്ടായിരുന്ന ഡിക്കി പഴയ മോഡലിനകത്തുള്ള അതേ ഡിക്കി സ്പേസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ചാർജറാണത്. ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. പിന്നെ ടയർ, നേരത്തെ സ്റ്റെപ്പിനി ടയർ ടിയാഗോ ഒഴിവാക്കിയിട്ട് പകരം ഈ ലിക്വിഡും അതോടൊപ്പം തന്നെ പഞ്ചർ ഒട്ടിക്കുന്ന ആ ഒരു കിറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനകത്തും അങ്ങനെ തന്നെയാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ വാഹനത്തിൽ അപ്ഗ്രേഡഡ്, കോസ്റ്റ് കൺട്രോളാന്ന് തോന്നുന്നു. പിന്നെ ഓട്ടോമാറ്റിക് അല്ലാതെ തന്നെ നമ്മൾ ശക്തിയുടെ ഹിറ്റൊന്ന് അടക്കാത്തത് കൊണ്ടാണ്. പിന്നെ ടാറ്റയുടെ ബാഡ്ജിങ്, നേരത്തെയുള്ള ബാഡ്ജിങ്ങിനകത്ത് കളർ വ്യത്യാസവും ഇതൊക്കെ മാറ്റിയിട്ട് ഒന്നുകൂടി ഇപ്പം മഹീന്ദ്രയൊക്കെ ബാഡ്ജിക്ക് മാറ്റിയതുപോലെ നല്ല രീതിയിലൊരു ഒന്നുകൂടി അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. നന്നായിരുന്നു. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. അതേപോലെ തന്നെ ടാറ്റ ഇതിനകത്തുള്ള ഒരുപാട് മാറ്റങ്ങൾ, ഡോർ പാഡിൻ്റെ ഭാഗത്തും അതേപോലെ മറ്റൊക്കെ ഡോഗിൾ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പ്രസ് ചെയ്ത് താഴോട്ടേക്ക് ഇതാക്കുന്നായിരുന്നു. അപ്പം വ്യത്യസ്തമായിട്ടുള്ള, അതേപോലെ തന്നെ ഹാൻഡിൽ ലോക്ക് കാര്യങ്ങളൊക്കെ, ഡോർ ലോക്ക് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഫിനിഷിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 12 ലക്ഷമായിരുന്നു നേരത്തെ ടാറ്റ ടിയാഗോ EVയുടെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റിന്. അതിപ്പം 1030, 1087 എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രൈസിനകത്ത് കോംപ്രമൈസ് ചെയ്തപ്പോഴും ഇതിനകത്തുള്ള ഫീച്ചേഴ്സിനകത്ത് യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. പിറകിലൊക്കെ ബാക്കിലൊക്കെ റിയർ AC കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ സ്റ്റിയറിങ്, അതേപോലെ തന്നെ ഫ്രണ്ട് സീറ്റ് വളരെ മനോഹരമായിട്ടുണ്ട്. നല്ല എടുത്തു പറയേണ്ടിയിരിക്കുന്ന മാറ്റം തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ 1,20,000 രൂപയുടെ കുറവ് വന്നിട്ടുണ്ടെങ്കിലും പ്രൈസിനകത്ത് ഡിസൈനിനകത്ത് ഒരു കുറവും വരുത്തിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഓട്ടോമാറ്റിക്കാണ് വാഹനം. അതേപോലെ തന്നെ ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ കാണുന്ന ഒരു ഭാഗം ജസ്റ്റ് മൊബൈൽ വെക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. AC വെൻറ്റ്, അതേപോലെ തന്നെ ബ്ലൂടൂത്ത് ചാർജിങ് ഒന്നുമില്ല, വയർലെസ് ചാർജിങ് ഇല്ല. പിന്നെ നല്ല അടിപൊളി മീറ്റർ കൺസോൾ, വളരെ മനോഹരമായിട്ടുള്ള സ്റ്റിയറിങ്, ടാറ്റ EV എന്ന് പറഞ്ഞിട്ടുള്ള ബാഡ്ജിങ്ങോട് കൂടിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള സ്റ്റിയറിങ്ങും അതോടൊപ്പം തന്നെ നല്ല മീറ്റർ കൺസോള്. പിന്നെ അതേപോലെ തന്നെ സ്ക്രീന്, LED സ്ക്രീന്. പിന്നെ അതേപോലെ തന്നെ ഈ ബോട്ടിൽ ടാനകത്ത് നമ്മൾ ചെറിയ AC നമുക്ക് ഓൺ ചെയ്ത് അത്യാവശ്യം കൂളിങ് കാര്യങ്ങളൊക്കെ, വെള്ളമൊക്കെ വെക്കാനുള്ള, കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വെക്കാനും വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങും നല്ല മനോഹരമായിട്ടുള്ള, നേരത്തെ നമ്മൾ നെക്സോണിൽ കണ്ട അത്രയും നല്ല ക്വാളിറ്റിയുള്ള നല്ല മനോഹരമായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒരു കോംപ്രമൈസും വരുത്തി. വോയിസ് കൺട്രോൾ, ബ്ലൂടൂത്ത്, അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, പിന്നെ അതേപോലെ തന്നെ GPS നാവിഗേഷൻ, അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ സാധാരണ രീതിയിൽ വാഹനങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ ഗിയറിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് മാറ്റം നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും വളരെ മനോഹരമായിട്ട് EV ഒരുപാട് മാറ്റങ്ങൾക്ക് പൊളിച്ചടുക്കി, എന്താ പറയുക, മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരുപാട് വ്യത്യാസവും നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ എൻജിൻ കിൽ സ്വിച്ച് ജസ്റ്റ് സ്റ്റിയറിങ്ങിൻ്റെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് 6 to 8 എയർ ബാഗുകളാണ് ഈ വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. ഇത് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. 10,87,000 രൂപയുടെ ടോപ്പ് വേരിയൻ്റ് വാഹനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ LED സ്ക്രീനും അതേപോലെ തന്നെ മീറ്റർ കൺസോളും എല്ലാം. ഇത് മീറ്റർ കൺസോളാണോ അല്ലെങ്കിൽ നമ്മൾ ഡിജിറ്റൽ സ്ക്രീനാണോ എന്ന് കൺഫ്യൂഷൻ ആകുന്ന രീതിയിൽ വളരെ നല്ല മനോഹരമായിട്ടുള്ള
ഒരു സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. EV എന്നുള്ള ബാഡ്ജിങ്, അതേപോലെ തന്നെ എയർ ബാഗാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ തൊട്ട് താഴെ എയർ ബാഗ്, അതേപോലെ തന്നെ സൈഡിലുള്ള എയർ ബാഗ്, 2 സൈഡിലും എയർ ബാഗ്, അതേപോലെ തന്നെ പിറകിലും എയർ ബാഗ്, അതേപോലെ പിറകിൽ ഡോറിൻ്റെ സൈഡിൽ എയർ ബാഗ്. ടോട്ടൽ അത്തരത്തിൽ 6 എയർ ബാഗുകളാണ് ഈ വാഹനത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സേഫ്റ്റിയുടെ കാര്യത്തിൽ പിറകിലുള്ള എയർ ബാഗാണ് നമ്മൾ കാണുന്നത്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ടാറ്റ ഒട്ടും പിറകിലല്ല. അപ്പം മലയാളികൾ ഇപ്പോൾ സേഫ്റ്റിയെ പറ്റി കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മാരുതിയും ഇപ്പോൾ സേഫ്റ്റി വാഹനങ്ങൾ 4 സ്റ്റാർ, അതേപോലെ തന്നെ എയർ ബാഗ് കാര്യങ്ങളിലും സേഫ്റ്റി 4 സ്റ്റാർ വാഹനങ്ങളൊക്കെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. മാരുതിയുടെ സ്വിഫ്റ്റിൻ്റെ ഏറ്റവും പുതിയ ഡിസയറിൻ്റെ മോഡൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ. പിന്നെ അതേപോലെ തന്നെ ബോണറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഒതുക്കിയ ബോണറ്റുകളാണ്, നല്ല സ്ലൈഡി, ഒരു ക്യൂട്ട് ലുക്ക്. എന്താ പറയുക, ന്യൂജൻ പിള്ളേരെ പോലെ ഒരു വാഹനം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സെയിം ടയർ സൈസ് തന്നെയാണ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. പിന്നെ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ അലോയ് വീലല്ല, വീൽ കപ്പാണ്. എന്നിരുന്നാലും മോശമില്ലാത്ത അലോയ് വീലാണെന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഡിസൈനിങ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഫാസ്റ്റ് ചാർജിങ് ആണ്. അപ്പോൾ ഒരു ജസ്റ്റ് വാക്ക് അറൗണ്ട് വീഡിയോ മാത്രമാണ് നമ്മൾ ചെയ്തത്. 18 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. 200 റേഞ്ച് മിനിമം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 7 ലക്ഷത്തി സംതിങ് നമുക്ക് ഈ വാഹനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസാണ്. അപ്പോൾ ഈ വാഹനത്തിനകത്ത് ഒരുപാട് പ്രത്യേകതകൾ പറയാനുണ്ട്. അതേപോലെ തന്നെ ഡിക്കി സ്പേസ് വരുന്നത് 24 ലിറ്ററാണ്. അതേപോലെ തന്നെ ഫുൾ ചാർജ് വരുന്നത് മാക്സിമം 7 ഹവേഴ്സാണ്. 20 മിനിറ്റ് കൊണ്ട് ഫാസ്റ്റ് ചാർജിങ്ങിൽ ഫുൾ സപ്പോർട്ട്, ഫുൾ ചാർജ് ആവുന്ന അറിയുന്ന DC അതോടൊപ്പം തന്നെ AC ചാർജിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടും നമ്മൾ കൊമറ്റ് MGയുടെ വാഹനത്തിനോടൊക്കെ കിടപിടിക്കുന്ന രീതിയിലുള്ള വാഹനം തന്നെയാണ്. നമുക്ക് വീട്ടിൽ നിന്നുണ്ട് സാധാരണ രീതിയിൽ ചാർജ് ചെയ്യാൻ പറ്റും. നല്ല ഒരു വാഹനം തന്നെയാണ് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഈ ചാർജർ വാറണ്ടി വരുന്നത് 3 വർഷമാണ് ചാർജറിൻ്റെ വാറണ്ടി വരുന്നത്. ബാറ്ററി ലൈഫ് ടൈം വാറണ്ടിയുള്ള ബാറ്ററി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 10 ലക്ഷത്തിൻ്റെ മുകളിലാണ് റേറ്റ് വരുന്നത്. വാഹനത്തിൻ്റെ മോട്ടോറിൻ്റെ വാറണ്ടി വരുന്നത് 8 വർഷമാണ്. അതേപോലെ 1,60,000 കിലോമീറ്ററാണ് നോർമൽ വാറണ്ടി വരുന്നത്. 15 വർഷം 8 ലക്ഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ, ആ രീതിയിലാണ് വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ തന്നെ ഫുൾ ലൈഫ് ടൈം വാറണ്ടി വരുന്ന ആളുകൾക്ക് അത് പാക്കേജ്, വേറൊരു പാക്കേജിനകത്ത് ലൈഫ് ടൈം വാറണ്ടിയുള്ള വാഹനം നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ബാറ്ററി പാക്ക് നമുക്ക് EMI ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. വണ്ടി വില വേറൊരു സെപ്പറേറ്റ് വിലയും, അതേപോലെ തന്നെ ബാറ്ററി പാക്ക് വേറൊരു വിലയാക്കിയിട്ട് നമുക്ക് EMI രൂപത്തിൽ ബാറ്ററിയുടെ തവണകളായിട്ട് അടച്ചുകൊണ്ട് സ്വന്തമാക്കാനുള്ള ആ ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഓപ്ഷനുകൾ വാഹനം എടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഓപ്ഷനുകൾ ഗവേഷണം നടത്തിയിട്ട് തന്നെ ടാറ്റ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കാര്യമായിട്ടുള്ള ടാറ്റ ടിയാഗോനെ കുറിച്ചുള്ള കാര്യമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് വീഡിയോ മാത്രമാണ് ചെയ്തതിൻ്റെ ഫുൾ വീഡിയോ, വാഹനം ഉപയോഗിക്കുന്നതിൻ്റെ ഫുൾ റിവ്യൂ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ വാഹനം എടുത്ത ആളുകളുടെ ഒന്ന് ജസ്റ്റായിട്ട് കമൻറ്റായിട്ട് അടുത്ത വാഹനം ഉപയോഗിച്ചുകൊണ്ടുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.